പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ച ഭീകരനെ പോലീസ് ബംഗാളിൽ വെച്ച് പിടികൂടിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ടെഹ്രിക് ഉൽ മുജാഹിദീൻ എന്ന നിരോധിത സംഘടനയുടെ അംഗമായ ജാവേദ് മുൻഷി എന്ന വ്യക്തിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഭീകരനെ പിടികൂടിയത്. ജമ്മു കാശ്മീർ പോലീസുമായി ഏകോപിപ്പിച്ച് പശ്ചിമ ബംഗാൾ പോലീസിന്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സ് നടത്തിയ തീവ്രവാദ വിരുദ്ധമായ ഓപ്പറേഷനിലാണ് ഭീകരൻ അറസ്റ്റിലായിരിക്കുന്നത്. ബംഗാളിലെ സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ കാനിഗിംഗ് സമീപം വെച്ചാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത്. IED വിദഗ്ധനും ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുമായ ജാവേദ് മുൻഷി നിരവധി തീവ്രവാദ ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് STF വ്യക്തമാക്കുന്നത്. ഇയാൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യൻ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കാശ്മീർ മുതൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വരെയുള്ള ഇയാളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച ശേഷമായിരുന്നു ബംഗ്ലാദേശിലേക്ക് കടക്കുന്നതിന് മുൻപാണ് അറസ്റ്റ് നടത്തിയതെന്നും STF അറിയിച്ചു. അതേസമയം ടെഹ്രിക് ഉൽ മുജാഹിദീൻ എന്ന സംഘടന രൂപീകരിക്കുന്നത് യൂനസ് ഖാൻ എന്നൊരു ഭീകരനാണ്. 1990-ലാണ് ഈ സംഘടന രൂപീകൃതമാകുന്നത്. ഇന്ത്യൻ സംസ്ഥാനമായ ജമ്മു കാശ്മീർ പാകിസ്ഥാനുമായി ലയിപ്പിക്കാനും ഒരു പാൻ ഇസ്ലാമിസ്റ്റ് ഐഡന്റിറ്റി പ്രോത്സാഹിപ്പിക്കാനും TUM ലക്ഷ്യമിടുന്നതായും പറയുന്നു. സുന്നി മുസ്ലിങ്ങളുടെ ഒരു ചെറിയ വിഭാഗമായ അസിദിക് സമുദായത്തിന്റെ സംരക്ഷണം അതിന്റെ ആദ്യ നാളുകളിൽ ഈ സംഘടനയെ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു. ഷെയ്ഖ് ജാമിൻ ഉൽ റഹ്മാനാണ് സംഘടനയുടെ ചീഫ് എന്നറിയപ്പെടുന്നത്. 1991-ൽ അതിന്റെ സ്ഥാപകൻ അന്നത്തെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന യൂനസ് ഖാൻ ഒരു പ്രത്യേക ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ ഗ്രൂപ്പിന് അതിന്റെ ആദ്യ വർഷങ്ങളിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. 1991 ജൂലൈയിൽ പാക് അധീന കാശ്മീർ നിന്ന് മടങ്ങിയെത്തിയ മുഹമ്മദ് സലീം മിറോൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിരുന്നു. പിന്നീട് 1999-ൽ ജമ്മു കാശ്മീരിലെ സുരക്ഷാ സേന അതിന്റെ കമാൻഡർ അബു ബസിൽ സലഫിനെ വധിച്ചു. പ്രധാനമായും കാശ്മീർ താഴ്വരയിലാണ് TUM പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ബുഡ്ഗാം ജില്ലയിലെ ബീരു ബെൽറ്റ്, ഗന്ദർബാൽ, ശ്രീനഗർ, പുൽവാമ, ആനന്ദ് നഗർ എന്നീ ജില്ലകളിലാണ് പ്രധാനമായും പ്രദേശങ്ങളായി പറയുന്നത്. 1990-ൽ അത് POKയിലെ മുസാഫറാബാദിൽ ഒരു ഓഫീസ് തുറക്കുകയും അതിന്റെ കേഡർമാരെ ആയുധ പരിശീലനത്തിനായി അയക്കുകയും ചെയ്തു. ഗുലാം മുഹമ്മദ് ഖനിയും മുഹമ്മദ് ഷാ ഭാനിയും ആ ഓഫീസ് ഗണ്യമായ കാലം നിലനിർത്തി. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സൗദി അറേബ്യ, UK, US, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രധാനമായും ചില തീവ്രവാദ സംഘടനകളുടെ പിൻബലത്തോടുകൂടി ചില ഫണ്ടുകൾ സ്വീകരിക്കുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ഈ സംഘടനയുടെ ശക്തി കുറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഉത്തർപ്രദേശിൽ പോലീസുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ 3 ഖാലിസ്ഥാനി ഭീകരരെ വധിച്ചുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. പീലിഫത്തിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇവരെ പോലീസ് വധിച്ചത്. ഗുർവീന്ദർ സിംഗ്, വീരേന്ദർ സിംഗ്, ജസ്പ്രീത് സിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവർ 3 ഭീകരർ പഞ്ചാബിൽ ഗുരുദാസ്പൂരിലെ പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. തുടർന്നാണ് പോലീസ് സേന അവരെ കൊലപ്പെടുത്തുന്നത്. ഇവരുടെ കൈവശം 2 AK-47 തോക്കുകളും 2 പിസ്റ്റലുകളും ഗ്രനേഡുകൾ അടക്കമുള്ള സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ആക്രമണം നടത്തിയ ശേഷം ഭീകരർ പഞ്ചാബ് വിടുകയായിരുന്നു. ഭീകരർക്കായി പഞ്ചാബ് പോലീസ് അന്വേഷണവും ആരംഭിച്ചു. ഇവർ ഉത്തർപ്രദേശിലെ പീലിഭത്തിൽ ഉള്ളതായി പഞ്ചാബ് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക കമാൻഡോ സംഘം ഇവർക്കായി തിരച്ചിൽ നടത്തുകയായിരുന്നു. തിരച്ചിലിനിടെ പോലീസ് വാഹനത്തിന് നേരെ ഭീകരർ വെടിയുതിർത്തിരുന്നു. തുടർന്നാണ് ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.